പഴയ ലാലേട്ടനെ കാണാൻ പറ്റി. തുടരും മൂവി ഇൻഡസ്ട്രി ഹിറ്റായി. എന്തൊക്കെയായിരിക്കും ഈ ഒരു പടം ഇത്രയും വലിയൊരു ഹിറ്റാവാൻ കാരണം? നമ്പർ 1, ലാലേട്ടൻ്റെ അത്രയും ക്രൗഡ് പുള്ളിയാൻ പറ്റുന്ന ഒരു സ്റ്റാർ കേരളത്തിൽ വേറെയില്ല. ക്രൗഡ് എന്ന് പറഞ്ഞാൽ ചെറിയ പിള്ളേരും ഇട്ട് അപ്പൂപ്പനും അമ്മൂമ്മമാരും വരെ വരും. ലാലേട്ടൻ്റെ ഒരു പടം നല്ലതാണെന്ന് അറിഞ്ഞാൽ അതിന് സോഷ്യൽ മീഡിയ വേണമെന്നൊന്നുമില്ല, മൗത്ത് പബ്ലിസിറ്റിയിലൂടെ നല്ലതാണെന്ന് അറിഞ്ഞാൽ കുടുംബശ്രീയിൽ വരെ ചർച്ച നടക്കും. അങ്ങനെ വന്ന കുറേ കാലമായിട്ട് തിയേറ്ററിൽ പോയി പടമൊന്നും കാണാതിരിക്കുന്ന ആൾക്കാരൊക്കെ പയ്യെ പൊടിയും തട്ടിയ പാട മക്കളെ പടം കാണാൻ പോവാന്ന് പറഞ്ഞു. അതാണ് മോഹൻലാൽ എന്ന നടന് കേരളത്തിലുള്ള പവർ. ഇത് തന്നെയാണ് ഈ പടം ഇത്രയും വലിയ ഹിറ്റാവാനുള്ള ഫസ്റ്റ് പോയിന്റ്. ഡയറക്ടർ ബ്രില്യൻസ്, അതാണ് അടുത്ത പോയിന്റ്. ഈ പടത്തിലെ ഓരോ ഷോട്ടുകളും അത്രയ്ക്ക് ശ്രദ്ധിച്ചാണ് പുള്ളി എടുത്തു വെച്ചിരിക്കുന്നത്. അത് പുള്ളിയുടെ ഓരോ ഇന്റർവ്യൂ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ ഡയറക്ടർ ലാലേട്ടനെ യൂസ് ചെയ്ത രീതി, ലാലേട്ടൻ എന്ത് ചെയ്ത പ്രേക്ഷകർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. അത് നല്ലോണം റിസർച്ച് ചെയ്ത് അടിപൊളിയായിട്ടാണ് ഓരോ ഷോട്ടും ഇതിനകത്ത് എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെയുള്ള ഡയറക്ടർ ബ്രില്യൻസിന്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് പടം തുടങ്ങുമ്പോഴുള്ള ആ പാട്ട്. ആ ഒരു പാട്ട് കഴിയുമ്പോഴേക്കും പ്രേക്ഷകരെല്ലാം പടത്തിൽ ഫുള്ളായിട്ട് കമ്മിറ്റ് ആയിട്ടുണ്ടാവും. അതുപോലെയാണ് അതിലെ ഓരോ ഫ്രെയിമും എടുത്തു വെച്ചിരിക്കുന്നത്. അടുത്തത് ഈ പടത്തിന് യൂസ് ചെയ്ത പ്രമോഷൻ സ്ട്രാറ്റജിയാണ്. പഴയ ലാലേട്ടനെ കാണാൻ അങ്ങനെ ഒരു ടോക്ക് എല്ലാവരുടെയും മനസ്സിൽ ഇവരെ കൊണ്ട് എത്തിക്കാൻ. അതിനുവേണ്ടി ചെറിയ ഗ്ലിംസ് ഒക്കെ ആദ്യം പുറത്തു വിട്ടു. എന്നിട്ട് പ്രേക്ഷകർ പോയിട്ട് പടം കാണുമ്പോൾ ആ ട്രെയിലറിൽ കണ്ട സംഭവമൊന്നുമല്ല പടത്തിലുള്ളത്. അത് ശരിക്കും ഒരു വാവ് ഫാക്ടർ ആയിരുന്നു. അടുത്തത് പടം ഇറങ്ങിയ ടൈം. ഇപ്പൊ ലാലേട്ടന്റെ കുറെ പടങ്ങൾ നല്ലോണം ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന ടൈമാണ് ഈ പടം ഇറങ്ങിയെങ്കിൽ ഈ പടം ഇത്രയും വലിയൊരു ഹിറ്റാവുമോ? കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കുറേ ഫ്ലോപ്പ് പടങ്ങൾ ലാലേട്ടന് വന്നു. ഈവൻ ലാലേട്ടന് ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക് വരെ നല്ലൊരു പടം വന്നിരുന്നെങ്കിൽ എന്ന് തോന്നിയൊരു ടൈമായിരുന്നു അത്. ആ ഒരു ടൈമിലാണ് ഈ ഒരു പടം വരുന്നത്. പിന്നെ പറയണ്ടല്ലോ. അടുത്തത് ഈ പടത്തിലെ കാസ്റ്റ്, എസ്പെഷ്യലി വില്ലൻ. ലാലേട്ടൻ തന്നെ കുറേ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഓപ്പോസിറ്റ് അല്ലെങ്കിൽ കൂടെ അഭിനയിക്കുന്ന ആൾക്കാർ അടിപൊളിയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പെർഫോമൻസും ഒന്നും കൂടെ മോളി പോകും. ഇപ്പം അടുത്ത് ലാലേട്ടൻ്റെ ഫ്ലോപ്പായ കുറച്ച് പടങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കാണാം. അതിൽ ജഗതി ചേട്ടനെ പോലെയോ അല്ലെങ്കിൽ ശ്രീനിവാസനെ പോലെയോ മുകേഷിനെ പോലെയോ അല്ലെങ്കിൽ കീരിക്കാടൻ ജോസോ മുണ്ടയ്ക്കൽ ശേഖരനോ അങ്ങനെ കട്ടയ്ക്ക് നിൽക്കുന്ന ആക്ടേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് ഈ പടത്തിൽ ജോർജ് സാറുണ്ടല്ലോ, അങ്ങനെ തകർത്തു. പിന്നെ ഒന്നുകൂടെ ഉണ്ട്, ലാലേട്ടൻ ശോഭന കോംബോ. മലയാളികൾക്ക് എപ്പോഴും നൊസ്റ്റു, അതൊരു വികാരമാണ്. പണ്ടത്തെ സ്കൂള്, പണ്ടത്തെ കറി, പണ്ടത്തെ സിനിമകൾ, പണ്ടത്തെ നടന്മാർ, ആ ഒരു സാധനത്തിലാണ് പണ്ടത്തെ ലാലേട്ടൻ ശോഭന കോംബോ ഇതിനകത്ത് പിടിച്ചത്. ഇനി എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ, സ്പോയിലർ ഉണ്ടാവും, പടം കാണാത്തവർ പോയി പടം കണ്ടിട്ട്. എനിക്ക് ഈ പടം എല്ലാവരും പറയുന്ന പോലെ അത്രയ്ക്ക് ഭയങ്കര സംഭവമായിട്ട് തോന്നി. ഫാമിലിനെയൊക്കെ കൂട്ടിപ്പോയി കാണാൻ പറ്റുന്ന ഒരു നല്ല പടം, അതാണ് തുടരും. സിനിമയും ഫുഡും എല്ലാം ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ. ഇപ്പോൾ ഒരാൾ പടം ഇഷ്ടമായില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ഫുള്ള് തെറിവിളിയായിരിക്കും. അല്ലെങ്കിൽ കുറേ പേര്, അതായത് ഒരു ക്രൗഡ് ഓഫ് ആൾക്കാർ പടം കണ്ടിട്ട് അത് സൂപ്പറാന്ന് പറയുമ്പം അത് ഇഷ്ടപ്പെട്ടില്ലേലും കൊള്ളാന്നൊക്കെ പറയുന്ന ആൾക്കാരാണ് ഇപ്പം കൂടുതൽ. അങ്ങനെ പറഞ്ഞില്ലേ എന്താ പറയുക, എന്തോ പ്രശ്നമാണ്, നമുക്കെന്തോ പ്രശ്നമാണെന്ന് ചിന്തിച്ചിട്ട് ചിലർ പറയും കൊള്ളാം അടിപൊളിയാണ്. അതേപോലെ തന്നെയാണ് പൊട്ടിയ പടങ്ങളും. ചില പടങ്ങളൊക്കെ നല്ല പടമായിരിക്കും, ഒരു മെജോറിറ്റി ആൾക്കാർ ഇത് കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട് അതിനെ തകർത്ത് കളയാറുമുണ്ട്. പിന്നെ എനിക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെടാതെന്ന് പറഞ്ഞാൽ ദൃശ്യം മൂവിയിലെ പോലെ പോലീസ് സ്റ്റേഷൻ സീനുകൾ, അതെന്തോ എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ദഹിച്ചില്ല. പിന്നെ ഈ ഒരു പടത്തിൻ്റെ മെയിൻ പ്ലോട്ടായ ആ ഒരു മകനെ കൊല്ലുന്നത്, അത് എന്തിനു വേണ്ടിയാന്നുള്ള ആ ഒരു മോട്ടീവ് എനിക്ക് ഭയങ്കരമായിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അത് കൊല്ലുന്നത് അത്രയും വലിയൊരു പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് ആ ഒരു കൊല നടന്നിട്ട് ആർക്കൊന്നും ഒന്നും കണ്ടില്ല, ആ ഒരു സംഭവമൊന്നും എന്തോ എനിക്ക് പേഴ്സണലി എനിക്കത് അത്രയ്ക്ക് അങ്ങ് ദഹിച്ചില്ല. സോ എന്താണ് നിങ്ങളുടെ തുടരും മൂവിനെ കുറിച്ചുള്ള അഭിപ്രായം? ഈ പോയിന്റുകളല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ ആഡ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ ഇറ്റ്സ് മീ എം ഷൈനിങ് ഓഫ് ഫ്രം M&D.